നമസ്തേ. ഐ+ ട്രെയിനിങ് സൊല്യൂഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 1 ആണ്, മൈൻഡ്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതായത് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ടോപ്പിക്കുകളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ പോലെയാണ് കേട്ടോ. ഈ മൈൻഡ്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കുറച്ച് ആക്ടുകൾ നമ്മൾ അടുത്ത മോഡ്യൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ആക്ടുകളുടെ ബേസിലാണ് ഈ മൈൻഡ്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറയുന്നത്. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. കാരണം എന്താണ് മൈനിങ്, ഏതൊക്കെ ലെവൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നു, ഒരു 2 ലെവൽ ഓഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണ്, അത് ആർക്കൊക്കെയാണ് അതിന്റെ ഹെഡ്മാര്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്, പഠിക്കുന്നത്. സോറി. അപ്പൊ പക്ഷേ ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 to 10 മാർക്കിനാണ് എക്സാം അല്ലേ. ഇതിന്റെ മോഡ്യൂളിന് ഇത്ര മാർക്ക് ഉണ്ടല്ലോ, 5 മാർക്കായിട്ടോ ഉണ്ട്, 5 to 10 മാർക്ക് വരെ അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 5 മാർക്കിന് കൂടുതൽ ചാൻസ് ഈ ചാപ്റ്റർ 1 നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചില സെക്ഷൻസ് ചോദിക്കും, ചിലപ്പോൾ ഈ സെക്ഷൻ അല്ലേ ജസ്റ്റ് ഒരു കാര്യം ഈ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഇതിൽ തന്നെ ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ തന്നെ ബേസിക്കലി 3 ആക്ടുകളുടെ ചില പോയിന്റ്സിന്റെ ബേസിലാണ് ഉള്ളത്. കാരണം അതായത് ഈ ഓർഗനൈസേഷൻ ഏത് ആക്ടിന്റെ ഏത് സെക്ഷൻ ആണെന്നൊക്കെ ആയി ചിലപ്പോൾ ചോദിക്കാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം അല്ലെ. സോ ചാപ്റ്റർ 1 നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൈൻഡ്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. സോ നമ്മൾ ഇന്ന് പഠിക്കുന്ന ചാപ്റ്റർ ഏതാണ്? മൈൻഡ്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സോ ഇത് വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. സോ 17 സ്ലൈഡേ ഉള്ളൂ, പക്ഷെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, വേറെ ഒന്നുമില്ല. പിന്നെ അടുത്ത് നമ്മൾ മൈൻഡ്സ് ആക്ട് പഠിക്കും, മൈൻഡ്സ് റൂൾസ് പഠിക്കും. സോ അത് ഇച്ചിരി വലുതാണ് എന്നിരുന്നാലും, പക്ഷെ അതൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. സോ ഒന്നും വിടരുത്. അപ്പൊ നമുക്ക് കൂടുതൽ ഞാൻ ഇൻട്രൊഡക്ഷൻ നീട്ടുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? ചാപ്റ്റർ 1 മൈൻഡ്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. സോ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മൈൻഡ്, ഈ മൈൻഡ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണല്ലോ നമ്മളിന്ന് പഠിക്കുന്ന ടോപ്പിക്. ഇത് ഏതൊക്കെ ആക്ടുകളുടെ റെഫറൻസിന്റെ ബേസിലാണ് ഉണ്ടാക്കിയിരിക്കുക? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പഠിക്കുമെങ്കിൽ നമ്മൾ ഒരുപാട് ആക്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൈൻഡ്സ് ആക്ടും മൈൻഡ്സ് റൂൾസ് 1955 അതുപോലെ തന്നെ മൈൻഡ്സ് റെഗുലേഷൻ 1965 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ടോപ്പിക്കുകൾ മൈൻഡ്സ് ആക്ടും മൈൻഡ്സ് റൂൾസും മൈൻഡ്സ് റെഗുലേഷൻ 1961 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ഓഫ് മൈൻഡ് ആണ്. ഏതൊക്കെ ആക്ടിന്റെ ബേസിലാണ് ഇത് റെഫർ ചെയ്യുന്നത്? മൈൻഡ്സ് ആക്ട് 1952, മൈൻഡ്സ് റൂൾസ് 1955 ആൻഡ് മൈൻഡ്സ് റെഗുലേഷൻ 1961 കേട്ടോ. സോ മൈൻഡ്സ് ആക്ട് ഏത് വർഷമാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കുക കേട്ടോ. കാരണം നമുക്ക് ഏത് ലെവലാണ് ചോദിക്കുക, പക്ഷെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ. സോ മൈൻഡ്സ് ആക്ട് 1952, മൈൻഡ്സ് റൂൾസ് ഏത് വർഷമാണ്? 1955. അതുപോലെ തന്നെ മൈൻഡ്സ് റെഗുലേഷൻ ഏത് വർഷമാണ്? 1965. നമുക്ക് കാര്യത്തിലേക്ക് വരാം. സോ മൈൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു. സോ നമുക്ക് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ബേസിക്കലി എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മൈൻഡ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു എത്ര പാർട്സ് ആണ്? 2 പാർട്സ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റെഗുലേറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, റെഗുലേറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറും ഉണ്ട്. രണ്ടാമത് ഏതാണ്? ഓപ്പറേഷൻ സ്ട്രക്ചറും ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറും കാണും, ഓപ്പറേഷണൽ സ്ട്രക്ചറും കാണും. നമുക്കിപ്പം താഴെ തട്ടിലും കാണും, മുകളിലെ തട്ടിലും കാണും എന്ന് പറഞ്ഞില്ല. ടോപ്പ് ലെവൽ മാനേജ്മെന്റും കാണും, ബോട്ടം ലെവൽ മാനേജ്മെന്റും കാണും എന്ന് പറഞ്ഞില്ല. അപ്പം നമ്മൾ ഡേ ടു ഡേ ലെവൽ വർക്കിംഗ് കൊണ്ട് ഓരോ മിഡിൽ ലെവൽ വർക്കിംഗ് എങ്ങനെയായിരിക്കും നമ്മൾ ഈ മാനേജ്മെന്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോ അങ്ങനെ ഇവിടെയും 2 പാർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. സോ റെഗുലേറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അത് ആരാണ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. സോ സെൻട്രൽ ഗവൺമെന്റ് അപ്പം അപെക്സ് ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. കാരണം മൈൻഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഓണ്ടർപ്രണേഴ്സ് ആയിരിക്കും. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമം ഉണ്ടാക്കുന്ന ആരാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെ. കാരണം മൈൻഡ്സിന്റെ റൂൾസ് റെഗുലേഷൻസും ഒക്കെ കൂടുതലും ചെയ്യുന്ന കൺകറന്റ് ലിസ്റ്റിലും സ്റ്റേറ്റ്, നമ്മൾ ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയും ഓരോ ലിസ്റ്റുകളുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇപ്പൊ യൂണിയൻ ലിസ്റ്റിന്റെ ബാധകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും റൂൾസ് ഉണ്ടാക്കുന്നത്. അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബേസിലുള്ള കാര്യങ്ങളാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കണം റൂൾ ഉണ്ടാക്കേണ്ട. കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിന് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ കുഞ്ഞിലെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. സോ 6th 7th ഒക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിലേക്ക്
ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഞാനൊരു ഇൻട്രൊഡക്ഷന്റെ ബേസിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ റെഗുലേറ്ററി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ. അപ്പം നമ്മളെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു എത്ര പാർട്സ് ആണ്? 2 പാർട്സ് അല്ലേ? ഏതൊക്കെയാണ്? റെഗുലേറ്ററി സ്ട്രക്ചറും ഉണ്ട്, റെഗുലേറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറും ഉണ്ട്, ഓപ്പറേഷണൽ മൈൻ മാനേജ്മെന്റ് സ്ട്രക്ചർ ഉണ്ട് അല്ലേ? അതായത് അപ്പൊ റെഗുലേറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണ്? അണ്ടർ ആരാണ്? അണ്ടർ ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് DGMS. കേട്ടോ, DGMS ആരാണെന്ന് ഇനി നമ്മൾ പഠിക്കും. ഓക്കെ, സോ അപ്പൊ ആരൊക്കെയാണെന്ന് പറഞ്ഞു? അണ്ടർ ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് DGMS. അപ്പൊ റെഗുലേറ്ററി സ്ട്രക്ചർ ഇതിലാണ്. അപ്പം ഓർഗനൈസേഷൻ സ്ട്രക്ചർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റെഗുലേറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അണ്ടർ ഹൂ? സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് DGMS. അടുത്ത എന്താണ്? ഓപ്പറേഷണൽ മൈൻ മാനേജ്മെന്റ് സ്ട്രക്ചർ. അത് ആരുടെ കീഴിലാണ്? വിത്തിൻ ഇൻഡിവിജ്വൽ മൈൻ. ഓരോ മൈനിങ്ങിന്റെ അതിന്റെ അകത്താണ് മൈൻ മാനേജ്മെന്റ്. ഓരോ മൈനും ഓരോ മാനേജ്മെന്റിന്റെ കീഴിലായിരിക്കും അല്ലെ? ചിലപ്പോൾ സെൻട്രലിന്റെ ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാണും, ചിലപ്പോൾ എന്തായിരിക്കും ഗവൺമെന്റിന്റെ കാണും, അല്ലെങ്കിൽ ആരുടെ കാണും? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കാണും അല്ലെ? അപ്പൊ ഓപ്പറേഷൻ മൈൻ മാനേജ്മെന്റ് സ്ട്രക്ചർ വിത്തിൻ ഇൻഡിവിജ്വൽ. ഓരോ മൈൻഡ് അകത്ത് ഓരോ പാർട്ടികളുടെ ആയിരിക്കുമല്ലോ മാനേജ്മെന്റ്. അത് ഡിപ്പെൻസ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ റെഗുലേറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഇന്ത്യയിൽ എവിടെ ആരായിരിക്കും? അത് അണ്ടർ ആരുടെ കീഴിലായിരിക്കും? അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് ഓർ DGMS. ഓക്കെ, സോ നമ്മളിപ്പോ പഠിച്ച ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മൈനിങ് ആണ്. ഏത് ആക്ടിന്റെ ബേസിലാണ്? വിത്ത് റെഫറൻസ് ടു മൈൻസ് ആക്ട് 1952, മൈൻസ് റൂൾസ് 1955 ആൻഡ് മൈൻസ് റെഗുലേഷൻ 1961 അല്ലെ? അടുത്ത് എന്താണ് പഠിച്ചത്? മൈൻസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ പഠിച്ചു അല്ലെ? So the organization structure of mine can be divided into 2 parts എന്ന് പറഞ്ഞു. So one regulatory administrative structure under ഏത് ആക്ട് ആണ്? Under the central government DGMS, and second ഏതാണ്? Operational mine management structure within an individual mine. Okay, സോ ഫസ്റ്റ് റെഗുലേറ്ററി സ്ട്രക്ചർ. ഇനി നമുക്ക് ഓരോ ഇപ്പൊ 2 പേരുണ്ടെന്നുണ്ട്. അതിൽ ഫസ്റ്റ് റെഗുലേറ്ററി സ്ട്രക്ചറിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ് റെഗുലേറ്ററി സ്ട്രക്ചർ? എന്താണ്? ആസ് പെർ മൈൻസ് ആക്ട് 1952 ആൻഡ് ഏതാണ്? മൈൻസ് റെഗുലേഷൻ 1961. അപ്പൊ ഈ റെഗുലേറ്ററി സ്ട്രക്ചർ ഏത് ആക്ടിന്റെ ബേസിലാണ്? മൈൻസ് ആക്ട് 1952ന്റെയും മൈൻസ് റെഗുലേഷൻ 1965ന്റെ ബേസിലാണ് റെഗുലേറ്ററി സ്ട്രക്ചർ ഉള്ളത്. ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി. അപ്പൊ DGMS ആരാണ്? ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി ആണ് DGMS എന്ന് ഷോർട്ട് ഫോമിൽ പറഞ്ഞു. ഈസ് ദ നാഷണൽ അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ എൻഫോഴ്സിംഗ് ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് വർക്കേഴ്സ് ഇൻ മൈൻസ്. അതായത് ഓരോ വ്യക്തികൾ, നമ്മൾ അറിയാം അല്ലെ, ഈ മൈൻസ് ആക്ടിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ സേഫ്റ്റി, ഹെൽത്തും അതുപോലെ വെൽഫെയർ ഓഫ് ദി വർക്കേഴ്സ്, ഈ മൈൻസിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ സേഫ്റ്റി, ഹെൽത്ത്, അവരെ വെൽഫെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അതിന്റെ റെസ്പോൺസിബിലിറ്റി നാഷണൽ അതോറിറ്റി ആരാണെന്നാണ് പറയുന്നത്? ദി ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സേഫ്റ്റി അപ്പൊ പ്രൊവൈഡ് ചെയ്യേണ്ട ആരാണ്? ഈ DGMS ആണ്. ഈ ഡയറക്ടർ ജനറൽ ഓഫ് മൈനിങ് സേഫ്റ്റി ആണ്. അതായത് അതൊരു ഗവൺമെന്റ് ബോഡിയാണ് കേട്ടോ. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? സേഫ്റ്റിയും ഹെൽത്തും വെൽഫെയറും. ആരുടെ? മൈനിങ് തൊഴിലാളികളുടെ സേഫ്റ്റിയും ഹെൽത്തും വെൽഫെയറും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരുടെയാണ്? ഈ അതോറിറ്റി, റെസ്പോൺസിബിൾ അതോറിറ്റി ആരാണ്? DGMS അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് മൈനിങ് സേഫ്റ്റി ആണ് കേട്ടോ. സോ ഇതിന് ഇനി ചാർജ് പഠിക്കുക. ആരുടെയാണ്? മിനിസ്ട്രി ഇൻ ചാർജ്. ആരാണ് ഈ റെഗുലേറ്ററി സ്ട്രക്ചറിന്റെ മിനിസ്ട്രി ഇൻ ചാർജ്? ആരാണ്? ലേബർ ആണ് കേട്ടോ. ലേബർ മിനിസ്റ്റർ ആണ് കേട്ടോ. ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. അതായത് യൂണിയൻ മിനിസ്റ്റർ ആണ്, യൂണിയൻ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ ആണ് ഈ ആക്ടിന്റെ ബേസിലുള്ള ചാർജ് വരുന്നത്. ഓക്കെ, ദ മിനിസ്റ്റർ ഇൻ ചാർജ് ആരാണ് വരുന്നത്? ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, അതായത് യൂണിയൻ മിനിസ്റ്റർ നമ്മുടെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. അദ്ദേഹത്തിനാണ് എന്ത്? ഇതിന്റെ ചാർജ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ റെഗുലേറ്ററി സ്ട്രക്ചർ ആണ് പഠിക്കാൻ തുടങ്ങിയത്. ഏത് ആക്ടിന്റെ ബേസിലാണ്? മൈൻസ് ആക്ട് 1952, മൈൻസ് റെഗുലേഷൻ ആക്ട് 1961 പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിച്ച DGMS ആരാണെന്നാണ്. അത് ദ ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി ആരാണെന്നാണ്. ഈസ് ദ നാഷണൽ അതോറിറ്റി ആര്? റെസ്പോൺസിബിൾ ഫോർ എൻഫോഴ്സിംഗ് ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ആര്? നമ്മുടെ വർക്കേഴ്സിന്റെ, മൈൻ വർക്കേഴ്സിന്റെ സേഫ്റ്റി, ഹെൽത്തും വെൽഫെയറും നാഷണൽ അതോറിറ്റി, അതായത് റെസ്പോൺസിബിൾ ഫോർ എൻഫോഴ്സിംഗ് എന്ത്? എൻഫോഴ്സിംഗ് ദി പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ഹൂം? ദി വർക്കേഴ്സ് ഇൻ മൈൻസ്. ഓക്കെ, അവരുടെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്ന നാഷണൽ അതോറിറ്റിയാണ് ആര്? ദി ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പഠിച്ച ചാർജ് ആരുടെ ആണെന്നാണ്? മിനിസ്ട്രി ഇൻ ചാർജ് ആരാണ് പറഞ്ഞത്? ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അദ്ദേഹമാണ്, അതായത് ലേബർ മിനിസ്റ്റർ ആണ് ചാർജ്. യൂണിയൻ ലേബർ മിനിസ്റ്ററിനാണ്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്ററിനാണ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് DGMSലെ ഹെഡ് ആരെന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ, ദ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി. DGMSന്റെ അപ്പോയിന്റ്മെന്റ് ബൈ ഏത് ആക്ട് ആണെന്ന് നമ്മൾ പഠിച്ചു? 1952 മൈൻസ് ആക്ടിന്റെ ബേസിലാണ് DGMS വരുന്നതെന്ന് പഠിച്ചു അല്ലെ. സോ ഏത് ആക്ട് ആണെന്ന് നമുക്ക് നോക്കാം. അത് അപ്പോയിന്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ ഏത് സെക്ഷൻ ആണ്? സോറി, സെക്ഷൻ ആണ് പറയുന്നത്, ആക്ട് അല്ല. ആക്ട് നമ്മൾ നേരത്തെ പഠിച്ചു. സെക്ഷൻ 5ന്റെ ബേസിലാണ് നമ്മൾ മൈൻസ് ആക്ട് 1952 പഠിക്കുമ്പോൾ നമ്മൾ പറയും സെക്ഷൻ 5 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. സോ നമ്മൾ ഇവിടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. DGMS എന്താണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ മൈൻസ് ആക്ട് 1952 പഠിക്കുമ്പോൾ സെക്ഷൻ 5 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ദി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് സെക്കൻഡ് പോയിന്റ്. അതിൽ നിന്ന് ഡയറക്ടർ DGMSനെ പറ്റിയാണ് പറയുന്നത്. അപ്പോയിന്റ് ബൈ ആരാണ്? അപ്പോയിന്റ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെ. അണ്ടർ ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 5 ഓഫ് മൈൻസ് ആക്ട് 1952 എന്ന് പറഞ്ഞല്ലേ. റെസ്പോൺസിബിൾ ഫോർ എന്ത്? അഡ്മിനിസ്ട്രേറ്റിംഗ് ദി മൈൻസ് ആക്ട്, മൈൻസ് റൂൾസ്, കോൾ മൈൻസ് റെഗുലേഷൻ, മെറ്റാഫിലസ് മൈൻസ് റെഗുലേഷൻസ് എക്സെട്ര. ഓക്കെ, സോ നമ്മൾ ഈ DGMSന്റെ റെസ്പോൺസിബിലിറ്റി ഏത് ആക്ടിന്റെ ബേസിലാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? സെക്ഷൻ 5 ഓഫ് മൈൻസ് ആക്ട് 1952ന്റെ ബേസിലാണ് DGMS എന്ന് പറഞ്ഞു അല്ലെ. സോ ഇനി അടുത്ത പറയുന്നത് എന്താ? റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് ദി, ഈ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഏത് ആക്ടിന്റെ ബേസിലാണ് പഠിച്ചത്? മൈൻസ് ആക്ട് 1952ലെ സെക്ഷൻ 5ന്റെ ബേസിലാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി അടുത്ത നമ്മൾ എന്താണ് പറയുന്നത്? റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് ദി മൈൻസ് ആക്ട്, മൈൻസ് റൂൾസ്, കോൾ മൈൻസ്. അതായത് DGMSന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റിംഗ് ഏത് ആക്ടിന്റെ ഇതിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം? മൈൻസ് ആക്ടിന്റെ. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തെല്ലാമാണ്? മൈൻസ് ആക്ടിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, മൈൻസ് റൂൾസിന്റെ അവർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കോൾ മൈൻസിന്റെ റെഗുലേഷന്റെ ബേസിലുണ്ട്, മെറ്റാഫിലസ് മൈൻസ് റെഗുലേഷൻ ഇതിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി, അതായത് ഈ ആക്ടുകളൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്നാണ് പറയുന്നത്? DGMSനാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി DGMS അപ്പോയിന്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ ഏത് സെക്ഷൻ ആണ്? അണ്ടർ സെക്ഷൻ 5 ഓഫ് ദി മൈൻസ് ആക്ട് 1952. Responsible for administrating the Mines Act, Mines Rules, Coal Mines Regulation, അടുത്ത Metaphilous Mines Regulation, etc. സോ ഇനി നമ്മൾ പഠിക്കുന്നത് DGMSലെ ഓഫീസേഴ്സിനെ പറ്റിയാണ്. വാട്ട് ഈസ് DGM എന്നും അതിന്റെ സെക്ഷൻ ഏതാണെന്നും ഒക്കെ നമ്മളോട് ചെറുതായിട്ട് പഠിച്ചു. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എപ്പോൾ പഠിക്കും? നമ്മൾ ആക്ട് പഠിക്കുമ്പോൾ പഠിക്കും അല്ലെ. മൈൻസ് ആക്ട് 1952 ആക്ട് പഠിക്കുമ്പോൾ സെക്ഷൻ 5ൽ DGMS എന്താണെന്ന് അവരുടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനോടൊപ്പം നമ്മൾ DGMSന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പഠിച്ചു അല്ലേ. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്ന ഓഫീസേഴ്സ്, അതായത് ഓഫീസേഴ്സ് അണ്ടർ DGMS, അതായത് ഈ DGMS എന്ന് പറയുന്ന സെക്ഷൻ 5 മൈൻസ് ആക്ട് 1952ന്റെ ബേസിലുള്ള DGMS ഓഫീസേഴ്സിന്റെ റോളും അവരുടെ ഡ്യൂട്ടീസും ഒക്കെയാണ് പഠിക്കുന്നത്. ലെവൽ 1, 2, 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് പഠിക്കാൻ പോകുന്നത്? DGMSലെ ഓഫീസേഴ്സിന്റെ അവരുടെ റോളും അതുപോലെ അവരുടെ ഡ്യൂട്ടീസും ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഓക്കെ, so officers under DGMS. The DGMS operate through hierarchy structure. ഇതൊരു ടേബിൾ ആണ് കേട്ടോ. അപ്പുറത്തെ സ്ലൈഡിലും കൂടെ അടുത്ത സ്ലൈഡിലും കൂടെ ഉണ്ട് കേട്ടോ. സോ അങ്ങനെ ഒരു ടേബിൾ ആയിട്ടാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെവല് ഉണ്ട്, ഡെസിഗ്നേറ്റഡ് റോൾ ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സോ നമുക്ക് എന്താണ് ഓരോ ലെവൽ വൈസ് നമുക്ക് നോക്കാം. അപ്പൊ സോ ലെവൽ 1ൽ ആരാണ് വരുന്നത്? ഡെസിഗ്നേഷൻ റോളിൽ ആരാണ് വരുന്നത്? ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. DGMSലെ ഹെഡിനെയാണ് ഫസ്റ്റ് ലെവലിൽ വരുന്നത്. ഓക്കെ, ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി DGMS. ഓക്കെ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി. അപ്പൊ DGMSലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് ലെവൽ 1ൽ പറയുന്നത്. ഇനി അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് മൈൻ സേഫ്റ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് അവരുടെ ഡ്യൂട്ടി. ഡ്യൂട്ടി എന്താണ്? ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് മൈൻ സേഫ്റ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. മൈൻ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ നമ്മൾ DGMSൽ ഓൾറെഡി പറഞ്ഞു അല്ലെ. മൈൻ വർക്കേഴ്സിന്റെ അവരുടെ സേഫ്റ്റി, ഹെൽത്ത്, അതുപോലെ തന്നെ വെൽഫെയർ ആണ് എന്താണ് അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ആരുടെ റെസ്പോൺസിബിലിറ്റി? DGMSന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി തന്നെ മൈനിങ് വർക്കേഴ്സിന്റെ അവരുടെ ഹെൽത്തും അവരുടെ സേഫ്റ്റി അവരുടെ വെൽഫെയറും ആണെന്ന് പറഞ്ഞു. ആദ്യമല്ല ഓവറോൾ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? DGMSലെ ഹെഡ് ഓഫ് ദി ഡയറക്ടറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ വന്നാലും ലാസ്റ്റ് ആരുടെ തലയിലേ വരുള്ളൂ?
ഹെഡിന്റെ തലയിലേ വരുള്ളൂ കേട്ടോ. സോ ഓവറാൾ സൂപ്പർവിഷൻ ഓഫ് മൈൻ സേഫ്റ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ. അടുത്ത പറഞ്ഞ ഡയറക്ടർ കഴിഞ്ഞാൽ അടുത്ത തൊട്ട് താഴെ ആരാണ്? ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹത്തിനും മെയിൻലി ഇത് തന്നെ സൂപ്പർവൈസ് ചെയ്യും. പക്ഷെ ഓവറാൾ ആണോ? ഓവറാൾ അല്ല. സൂപ്പർവൈസ് സ്പെസിഫിക് സോൺസ്, അതായത് എല്ലാ സോണുകളും, അതായത് ഏറ്റവും വലുത് ഡയറക്ടറാണ്, തൊട്ട് താഴെ ഡെപ്യൂട്ടി ഡയറക്ടർ. അപ്പൊ ഡെപ്യൂട്ടി ഡയറക്ടർമാര് കാണും, ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ കാണും. അപ്പൊ അവരുടെ എല്ലാവരുടെയും കൂടെയുള്ള സൂപ്പർവൈസ് ചെയ്യണം, ഓവറാൾ സൂപ്പർവൈസ് ചെയ്യണം ആരുടെ ജോലിയാണ്? ഡയറക്ടറിന്റെ ജോലിയാണ് അല്ലെ. അപ്പൊ സെക്കൻഡ് ലെയറിൽ ആരാണ് പറഞ്ഞത്? ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ, DDG. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? സൂപ്പർവൈസ് സ്പെസിഫിക് സോൺസ് ഓർ ഡിവിഷൻസ്. അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസ് ഓരോ സ്പെസിഫിക് സോൺ ആയിട്ട്. അപ്പൊ സ്പെസിഫിക് സോൺ അദ്ദേഹം സൂപ്പർവൈസ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ആർക്ക്? ഡയറക്ടറിന്. അദ്ദേഹത്തിന് എല്ലാം ഓവറാൾ സൂപ്പർവൈസ് ചെയ്യണം അല്ലെ. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന് എന്താണ്? ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിന് എന്താണ്? സൂപ്പർവൈസ് സ്പെസിഫിക് സോൺസ് ഓർ ഡിവിഷൻസ് ആണ് വരുന്നത് അല്ലെ. സോ ഇലക്ട്രിക്കൽ ആവാം, മെക്കാനിക്കൽ ആവാം, മൈനിങ്, മെഡിക്കൽ എക്സെട്ര. ഓക്കെ, അതെല്ലാം വരുന്നു സൂപ്പർവൈസ് സ്പെസിഫിക് എന്താണ്? സ്പെസിഫിക് സോൺസ് ഓർ ഡിവിഷൻ, അതായത് ഒരു സ്പെസിഫിക് സോൺസ് ഓർ ഡിവിഷൻ. അത് ഇലക്ട്രിക്കൽ ആവാം, മെക്കാനിക്കൽ ആവാം, മൈനിങ് ആവാം, അല്ലെങ്കിൽ എന്താവാം, അല്ലെങ്കിൽ മെഡിക്കൽ ആവാം. ഓക്കെ, സോ അതാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. എന്താണ്? ഓഫീസസ് അണ്ടർ DGMS അല്ലെ. ഓഫീസസ് അണ്ടർ DGMS ആണ് നമ്മളിപ്പോ പഠിച്ചത്. DGMS ഓപ്പറേറ്റ്സ് ത്രൂ എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. ഓക്കെ, ലെവല് ഡെസിഗ്നേഷൻ ഡ്യൂട്ടീസും ആണ് പഠിച്ചത്. അപ്പൊ ലെവൽ 1 എന്താണ് പഠിച്ചത്? ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി അല്ലെ, DGMS, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. മെയിൻ ഡ്യൂട്ടി എന്താണ്? ഓവറാൾ സൂപ്പർവിഷൻ ഓഫ് മൈൻ സേഫ്റ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അടുത്ത സെക്കൻഡ് ആരാണ്? ലെവൽ 2 ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ, DDG, സൂപ്പർവൈസ് സ്പെസിഫിക് സോൺസ് ഓർ ഡിവിഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, മൈനിങ്, മെഡിക്കൽ എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത ലെവൽ 3 ആണ് അടുത്ത സ്ലൈഡിൽ പഠിക്കുന്നത്. സോ ഇനി നമ്മൾ പഠിക്കുന്നത് ലെവൽ 3 ആണ്. ആരാണ്? ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് മൈൻ സേഫ്റ്റി. അത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഡയറക്ടർ പഠിച്ചു, പിന്നെ ആരെ പഠിച്ചു? തൊട്ട് താഴെയുള്ള ഇത് മൂന്നാമത്തെ ലെവലിൽ ആരാണ്? അസിസ്റ്റന്റ് ഡയറക്ടറിനെ പറ്റിയാണ് കേട്ടോ. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓർ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് മൈൻ സേഫ്റ്റി, DMS ആണ്. അദ്ദേഹത്തിന്റെ എന്താണ് ജോലി? ഇൻസ്പെക്ട് ആൻഡ് എൻഫോഴ്സ് റെഗുലേഷൻ ഇൻ റീജിയൻസ് ഓർ സർക്കിൾ. അതായത് ഓരോ റീജിയൻ അല്ലെ ഓരോ സർക്കിളിൽ അദ്ദേഹത്തിന് ഇൻസ്പെക്ട് ചെയ്യണം. അവിടെ കറക്റ്റ് ആയിട്ട് റെഗുലേഷൻ, നമ്മൾ റെഗുലേഷൻസ് പഠിച്ചു അല്ലേ. സോ 1961 റെഗുലേഷനെ പറ്റി ഒക്കെ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ആ റെഗുലേഷൻ കറക്റ്റ് ആയിട്ടാണോ എൻഫോഴ്സ് ചെയ്യുന്നത്? അത് ഇൻസ്പെക്ട് ചെയ്യണം. റീജിയൻ വൈസ് ഓർ സർക്കിൾ വൈസ് ഇൻസ്പെക്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഡയറക്ടർ ഓർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓർ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് മൈൻ സേഫ്റ്റി, DMSന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. DMS ലെവൽ 3 വരുന്നത്. ലെവൽ 3 ആരാണ്? ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓർ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് മൈൻ സേഫ്റ്റി ആണ് പറഞ്ഞത് അല്ലെ, DMS. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഇൻസ്പെക്ട് ആൻഡ് എൻഫോഴ്സ് ആൻഡ് റെഗുലേഷൻ ഇൻ റീജിയൻ ഓർ സർക്കിൾ വൈസ് ആണ്. അതായത് റെഗുലേഷൻ കറക്റ്റ് ആയിട്ട് റെഗുലേഷൻസ് എൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ, ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ എന്താണ് റീജിയൻ വൈസ് ഈ റെഗുലേഷൻ കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കുന്നുണ്ടോ, ഇൻസ്പെക്ട് ചെയ്യണം. അത് ആ റെഗുലേഷൻസ് കറക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ റീജിയൻ വൈസ് അല്ലെങ്കിൽ സർക്കിൾ വൈസ് അത് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടോ, എൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കണം. അതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോൾ സോ ഏതാണ് ഇപ്പൊ പഠിച്ച ലെവൽ 3 അല്ലെ. ഇനി ലെവൽ 4 കുറച്ചും കൂടെ താഴോട്ട് വരാം. ആരാണ്? ഇൻസ്പെക്ടർ ഓഫ് മൈൻസ്, മൈൻസിന്റെ ഇൻസ്പെക്ടർ ആയിട്ട്. ഓക്കെ, സോ മൈൻസിന്റെ ഇൻസ്പെക്ടർ അത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, വെന്റിലേഷൻ, എക്സ്പ്ലോസീവ് എക്സെട്ര. ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്പെക്ടർ ഉണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഇൻസ്പെക്ടർ ഉണ്ട്, വെന്റിലേഷൻ ഇൻസ്പെക്ടർ ഉണ്ട്, എക്സ്പ്ലോസീവ്, അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. സോ അതിന് ലെവൽ 4 ആണ് പറഞ്ഞത്. എന്താണ്? ഇൻസ്പെക്ടർ ഓഫ് മൈൻസിൽ അല്ലെ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, വെന്റിലേഷൻ, എക്സ്പ്ലോസീവ് എക്സെട്ര. അവരുടെ ഡ്യൂട്ടി എന്താണ്? കണ്ടക്ട് ഇൻസ്പെക്ഷൻ, ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എൻഷുർ എന്ത് കംപ്ലൈൻസ്. ഓക്കെ, സോ കണ്ടക്ട് ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുക. ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആക്സിഡന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക. ആൻഡ് എൻഷുർ എന്ത് കംപ്ലൈൻസ്. ഓക്കെ, അതാണ് ലെവൽ 4 പഠിച്ചത്. ലെവൽ 4 ആരാണ്? ഇൻസ്പെക്ടർ ഓഫ് മൈൻസ് അല്ലെ. ഇൻസ്പെക്ടർ ഓഫ് മൈൻസ് എന്താണ് പറയുന്നത്? ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, വെന്റിലേഷൻ, എക്സ്പ്ലോസീവ് എക്സെട്ര. അതിൽ ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്പെക്ടർ ആണ് പറയുന്നത്. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു? കണ്ടക്ട് ഇൻസ്പെക്ഷൻ, ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എൻഷുർ എന്ത് കംപ്ലൈൻസ്. അടുത്ത ലെവൽ 5 സപ്പോർട്ടിംഗ് ടെക്നിക്കൽ ഓർ ക്ലറിക്കൽ സ്റ്റാഫ്. ഓക്കെ, അതാണ് ലെവൽ 5 പറഞ്ഞത്. എന്താണ്? സപ്പോർട്ടിംഗ് ടെക്നിക്കൽ ആൻഡ് ക്ലറിക്കൽ സ്റ്റാഫ് കേട്ടോ. അവരെന്താണ്? ഓഫീസ് വർക്ക്, ഡേറ്റ കളക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ. അത് ലെവൽ 5 വരണം. അപ്പൊ നമ്മളിപ്പോ 5 ലെവലുമാണ് പഠിച്ചത്. ലെവൽ 1, 2, 3, 4, 5. അപ്പൊ നമ്മൾ ലെവൽ 3 എന്താണ്? നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ച ലെവൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ ഓർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓർ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് മൈൻ സേഫ്റ്റി, DMS ആണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഇൻസ്പെക്ട് ആൻഡ് എൻഫോഴ്സ് റെഗുലേഷൻ ഇൻ റെഗുലേഷൻ ഇൻ
റീജിയൻ ഓർ സർക്കിൾ അല്ലെ. അപ്പൊ നാലാമത്തെ ആരാണ്? ഇൻസ്പെക്ടർ ഓഫ് മൈൻസ് അല്ലെ. ഇൻസ്പെക്ടർ ഓഫ് മൈൻസ് അല്ലെ. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഓർ വെന്റിലേഷൻ, എക്സ്പ്ലോസീവ് എക്സെട്ര. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കണ്ടക്ട് ഇൻസ്പെക്ഷൻ അല്ലെ. കണ്ടക്ട് ഇൻസ്പെക്ഷൻ, ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എൻഷുർ കംപ്ലൈൻസ്. അടുത്ത ലെവൽ 5 എന്താണ്? സപ്പോർട്ടിംഗ് ടെക്നിക്കൽ ആൻഡ് ക്ലറിക്കൽ സ്റ്റാഫ് അല്ലെ. ഓഫീസ് വർക്കും ഡേറ്റ കളക്ഷൻ അഡ്മിനിസ്ട്രേഷനുമാണ് അദ്ദേഹത്തിന്റെ ജോലി. സോ ഇനി പറയുന്ന സോണൽ ഓഫീസർ, അത് DGMS വെറുതെ ഒരു ഹെഡ് ഓഫീസ് മാത്രമല്ല, അതിന് സോണൽ ഓഫീസ് കൊണ്ട് അതും പറയും. അപ്പൊ ഓക്കെ, സോ സോണൽ ഓഫീസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോണൽ ഓഫീസ് എന്താണ്? DGMS സോണൽ ഓഫീസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ഹെഡ് ഓഫീസ് ഇന്ത്യയിൽ മാത്രമായിട്ട് ഒരു ഹെഡ് ഓഫീസ് മാത്രമല്ല, ഇതിന് ഒരുപാട് റീജിയണൽ അല്ലെങ്കിൽ സോണൽ ഓഫീസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോണൽ ഓഫീസ് എന്താണ്? സോ DGMS ഓപ്പറേറ്റ് ത്രൂ സോണൽ റീജിയൻ ആൻഡ് ഫീൽഡ് ഓഫീസ് അക്രോസ് മൈനിങ് റീജിയൻ. അതായത് മൈനിങ് ഉള്ള ഏരിയ, നമുക്കറിയാം കേരളത്തിൽ മൈനിങ് ഉണ്ടോ? ഇല്ല, താരതമ്യേന ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കാരണം നമുക്കിവിടെ അങ്ങനെ ധാതുക്കളെ കിട്ടുന്നില്ല അല്ലെ. ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്? നമുക്ക് മഹാരാഷ്ട്രയിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്, ബീഹാറിലുണ്ട്, ബീഹാറിലെ കുറച്ച് സൈഡുകളുണ്ട്, UP കുറച്ച് സൈഡുകളുണ്ട്, പിന്നെ ഛത്തീസ്ഗഡിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, ആ ഒരു ഏരിയ. അപ്പൊ അങ്ങനെ ഏരിയ, അതായത് മഹാരാഷ്ട്ര, ജാർഖണ്ഡ് അങ്ങനെ ബേസിക് അങ്ങനെ ഏരിയാസിലാണ് കൂടുതലുള്ളത് അല്ലെ. സോ അതുപോലെ തന്നെ അപ്പൊ സോണൽ ഓഫീസുകൾ എവിടെയാണ് വരുന്നത്? ആ ഏരിയയിലായിരിക്കും വരുന്നത് അല്ലെ. ധൻബാദ്, നമ്മുടെ നാഗ്പൂർ, ഹൈദരാബാദിലൊക്കെയാണ് ഇവരുടെ റീജിയണൽ ഓഫീസ് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്താണ് പറയുന്നത്? സോണൽ ഓഫീസിനെ പറ്റിയാണ് കേട്ടോ. അപ്പൊ DGMS ഓപ്പറേറ്റ് ത്രൂ സോണൽ റീജിയൻ ആൻഡ് ഫീൽഡ് ഓഫീസ് അക്രോസ് മൈനിങ് റീജിയൻ. അതായത് മൈനിങ് റീജിയന്റെ ബേസിൽ ഓരോ സോണൽ ലെവൽ റീജിയൻ ഓഫീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് എവിടെയൊക്കെയാണ്? ധൻബാദിലുണ്ട്, നാഗ്പൂരിലുണ്ട്, അതുപോലെ തന്നെ എവിടെയുണ്ട്? ഹൈദരാബാദിലുണ്ട്. അടുത്ത എന്താണ് പോയിട്ട്? ഈച്ച് സോൺ ഈസ് സൂപ്പർവൈസ്ഡ് ബൈ എ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ. അതായത് ഓരോ സോണും ആരുടെ കീഴിലായിരിക്കും സൂപ്പർവൈസ് ചെയ്യുന്നത്? ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിന്റെ കീഴിലായിരിക്കും സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ സോണൽ ഓഫീസ് ഒന്നുമില്ല. സോണൽ ഓഫീസ് എന്താണെന്നാണ് പഠിച്ചത്. ആ DGMS ഓപ്പറേറ്റ് ചെയ്യുന്ന സോണൽ ഓഫീസിലൂടെയാണ്, അല്ലാതെ ഒരു ഹെഡ് ഓഫീസ് മാത്രമല്ല. സോണൽ ഓഫീസ് അല്ലെ, റീജിയണൽ ഓഫീസ് അല്ലെ, ഫീൽഡ് ഓഫീസ് ഉണ്ട് ഓരോ മൈനിങ് റീജിയൻ ബേസ് ചെയ്തിട്ട്. അതെവിടെയൊക്കെയാണ് ബേസിക്കലി ഉള്ളത്? ധൻബാദിലുണ്ട്, നാഗ്പൂരിലുണ്ട്, ഹൈദരാബാദിലുണ്ടെന്ന് പറഞ്ഞു. അടുത്ത എന്താണ്? ഓരോ സോണൽ ഓഫീസ് സൂപ്പർവൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആണ് സൂപ്പർവൈസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പൊ സോ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? സോണൽ ഓഫീസ് അല്ലെ. DGMS ഓപ്പറേറ്റ്സ് ത്രൂ സോണൽ റീജിയൻ ആൻഡ് field office across mining regions such as Dhanbad, Nagpur, Hyderabad, etc. Each zone is supervised by a deputy director general. Okay. സോ ഇനി ഒരു കാര്യം കൂടെ പഠിക്കുകയാണ്. ഇതാണ് പാർട്ട് 1 ഇതുവരെ ഉള്ളൂ. ഇനി പാർട്ട് 2 അടുത്ത ഓപ്പറേഷൻസ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലാണ്. സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു, ഒരു DGMS എന്ന് പറഞ്ഞ ഒരു ഗവർണിംഗ് ബോഡി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏത് ആക്ടിന്റെ ബേസിലാണ് വരുന്നത്? മൈൻസ് ആക്ട് 1952, അതുപോലെ തന്നെ റൂൾസ് 1955, മൈനിങ് റൂൾസ് 1955, അതുപോലെ റെഗുലേഷൻ 1965 കേട്ടോ. മൈനിങ് റെഗുലേഷൻ 1961 ബേസിലാണ് ഈ ആക്ട് അല്ലെ, സോറി ഈ ഗവർണിംഗ് ബോഡി DGMS ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. സോ ഈ DGMS ഒരു കുറച്ച് ഫംഗ്ഷൻസ് കൂടെ നമ്മൾക്ക് ഈ പാർട്ട് 1 പഠിക്കാം, അടുത്ത പാർട്ട് 2 പഠിക്കാം കേട്ടോ. അപ്പൊ അതാകുമ്പോൾ അല്ലെങ്കിൽ അറ്റ് എ ടൈം ഒറ്റ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കും. അത് ഓപ്പറേഷൻ ലെവലുള്ളത് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. ഓക്കെ, സോ ഇതും കൂടെ നോക്കി നമുക്ക് നിർത്താം. ഓക്കെ, അടുത്ത ഫംഗ്ഷൻസ് ഓഫ് DGMS. ഓക്കെ, ഫംഗ്ഷൻസ് ഓഫ് DGMS ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. എന്താണ് ഫംഗ്ഷൻസ് ഓഫ് DGMS? അതായത് നമ്മുടെ ഈ ഗവർണിംഗ് ബോഡിയുടെ എന്താണ് ഫംഗ്ഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇവരുടെ എന്താണ്? ഇവരാണ് ബേസിക്കലി അതോറിറ്റി, എന്താ റെസ്പോൺസിബിൾ ടു എന്ത്? മൈനിങ് വർക്കേഴ്സിന്റെ സേഫ്റ്റി, ഹെൽത്ത്, അതുപോലെ തന്നെ വെൽഫെയർ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ നമ്മുടെ മൈനിങ് തൊഴിലാളികളുടെ എന്താണ്? അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി, അവരുടെ ഹെൽത്ത് കണ്ടീഷന് വേണ്ടിയൊക്കെ അതോറിറ്റി ആരാണ്? ഈ DGMS ആണ് അല്ലെ. സോ അതിനെ പറ്റിയാണ്. അപ്പൊ അവരുടെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഓക്കെ, ദ ഫംഗ്ഷൻസ് ഓഫ് DGMS എന്താണ്? ഇൻസ്പെക്ട് ഓഫ് മൈൻസ്, മൈൻസ് ഇൻസ്പെക്ട് ചെയ്യുക. ഇൻസ്പെക്ഷൻ ഓഫ് മൈൻസ്. ഓക്കെ, ഈ മൈൻസ് ഇൻസ്പെക്ഷൻ ചെയ്യുക. കാരണം അവരുടെ കറക്റ്റ് റെഗുലേഷനിലൂടെയാണോ, ഈ ആക്ടിന്റെ ബേസിലുള്ള വർക്കിംഗ് കണ്ടീഷനിലൂടെയാണോ അവർ പോകുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻ നടത്തണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ തോന്നിയതുപോലെ ചെയ്യും അല്ലെ. മൈനിങ് തൊഴിലാളികളെ അവരെ ക്രൂരമായിട്ട്, അവരെ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ച് ചെയ്യിക്കും. നമ്മൾ ആക്ട് പഠിക്കാൻ മനസ്സിലായി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ട് വന്നു എന്നുള്ളത്. കാരണം പണ്ട് ഈ മൈനിങ് ചെയ്യുന്ന ആരായിരുന്നു? തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അടിമകളെ പോലെ ജോലി ചെയ്യുന്നവരായിരുന്നു അല്ലെ. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അങ്ങനെയല്ല. കാരണം അവരൊരു തൊഴിലാളികൾ മാത്രമല്ല, അവർ സിറ്റിസൺ ആണ്, അവർക്ക് റൈറ്റ്സ് ഉണ്ട്. സോ ഈ റൈറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യും?
അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഈ മൈനിങ്ങിലെ മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ടാണോ അവരുടെ വർക്കേഴ്സിന് ഫെസിലിറ്റീസ് കൊടുക്കുന്നോ എന്നുള്ളതൊക്കെ ആര് ഇൻസ്പെക്ട് ചെയ്യണം? ഈ DGMSല് ജോലിക്കാർ ഇൻസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓഫീസേഴ്സ് ഇൻസ്പെക്ട് ചെയ്യണം അല്ലെ. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ്? ഇൻസ്പെക്ഷൻ ഓഫ് മൈൻസ് ആണ് ഫസ്റ്റ് പോയിന്റ്. അടുത്ത എന്താണ്? ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ. എന്തെങ്കിലും ഒരു മൈനിങ്ങിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. കാരണം എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ, ഐ മീൻ അവിടെ എന്തെങ്കിലും ബോംബ് ഇത്രയും വരെ ബോംബ് ചെയ്യാവോ, പക്ഷെ അതിൽ കൂടുതൽ ബോംബ് ചെയ്തോ, അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശമാണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, അത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ജോലി ആരുടെയാണ്? DGMSന്റെ ജോലിയാണ്. അതുപോലെ തന്നെ അപ്രൂവൽ ഓഫ് മൈൻ പ്ലാൻ, മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ എന്ത് എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ മൈൻ പ്ലാൻസിന്റെ ആണ്, എക്യുപ്മെന്റ്സിന്റെ കാര്യം, മെഷീനറിയുടെ കാര്യം, അത് എന്തൊക്കെ ആയാലും DGMSനാണ് ഫുള്ളി അപ്രൂവൽ ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത്. അടുത്ത എന്താണ് പോയിന്റ്? സൂപ്പർവിഷൻ ഓഫ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് വെൽഫെയർ. അത് അടുത്ത എന്താണ് പോയിന്റ്? സൂപ്പർവിഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് സേഫ്റ്റി ഓഫ് വെൽഫെയർ. അതുപോലെ നമ്മുടെ മൈനിങ് വർക്കേഴ്സിന് അവരുടെ സേഫ്റ്റിയും ട്രെയിനിങ് അതുപോലെ തന്നെ അവരുടെ വെൽഫെയറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള ജോലിയും കൂടെ ആർക്കുണ്ട്? DGMSനുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? എൻഫോഴ്സ്മെന്റ് ഓഫ് ലീഗൽ പ്രൊവിഷൻ. അതുപോലെ തന്നെ എന്താണ്? ലീഗൽ പ്രൊവിഷന്റെ എൻഫോഴ്സ്മെന്റിന്റെ കാര്യങ്ങൾക്കും അവർക്ക് എന്താണുള്ളത്? അവർക്ക് DGMSനാണ് അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ഫംഗ്ഷൻ ആണ് എന്ത്? എൻഫോഴ്സ്മെന്റ് ഓഫ് ലീഗൽ പ്രൊവിഷൻ. ഓക്കെ, സോ ഇതെല്ലാമാണ് മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഫംഗ്ഷൻസ് ഓഫ് DGMS എന്തൊക്കെയാണ്? ഇൻസ്പെക്ഷൻ ഓഫ് മൈൻസ്. സെക്കൻഡ് എന്താണ്? ആക്സിഡന്റൽ ഇൻവെസ്റ്റിഗേഷൻ. തേർഡ് പോയിന്റ് എന്താണ്? അപ്രൂവൽ ഓഫ് മൈൻ പ്ലാൻ, മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്സ്. ഫോർത്ത് പോയിന്റ് എന്താണ്? സൂപ്പർവിഷൻ ഓഫ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് വെൽഫെയർ. ഫിഫ്ത്ത് പോയിന്റ് എന്താണ്? എൻഫോഴ്സ്മെന്റ് ഓഫ് ലീഗൽ പ്രൊവിഷൻ. ഓക്കെ, സോ ഇതുവരെയാണ് പാർട്ട് 1 നമ്മൾ പഠിക്കുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ അടുത്ത ഓപ്പറേഷൻ ലെവൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതിലായിരിക്കും? പാർട്ട് 2-ലായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരുമിച്ചാകുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവും. അത് മാറ്റാൻ വേണ്ടിയാണ് പാർട്ട് 1 ഇതുവരെ ഉള്ളൂ. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ലെവൽ, നമ്മുടെ മിനിസ്ട്രി ലെവൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ലെവൽ എല്ലാം നമ്മൾ ഏതിൽ പഠിക്കുന്നു? ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നു. അടുത്ത ഓപ്പറേഷൻ ലെവലായിരിക്കും നമ്മൾ പാർട്ട് 2-ൽ പഠിക്കുന്നത്.